ഹായ് ദർ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ബോർഡേഴ്സിനെ കുറിച്ചും ഔട്ട്ലൈൻസിനെ കുറിച്ചുമാണ്. ഓക്കെ, ബോർഡേഴ്സ് ആൻഡ് ഔട്ട്ലൈൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോർഡേഴ്സ് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, ഈവൻ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കാർഡ്സ് ക്രിയേറ്റ് ചെയ്യണം, ഇതിലെല്ലാത്തിനും നമ്മൾ ബോർഡേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതും വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റൈൽസ് ആണ് ബോർഡർ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടിയാണ്. ബോർഡേഴ്സും ഔട്ട്ലൈൻസും നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ആയിട്ട് കാണത്തില്ല, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ബോർഡേഴ്സും ഔട്ട്ലൈനും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ പാഡിങ്ങും മാർജിനും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബോർഡേഴ്സിൻ്റെ ഔട്ട്ലൈൻസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മളിവിടെ ബോർഡേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ തന്നെ വളരെ കുറച്ച് ബോർഡേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ബോർഡേഴ്സിനെ കുറിച്ച് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റിന് ഈ ഒരു പ്രോപ്പർട്ടീസ് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഒറ്റ ബോക്സ് മാത്രമേ ഉണ്ടായിരിക്കും. ഇതിന് നമ്മൾ ജസ്റ്റ് ബോർഡർ പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ബോർഡർ കളർക്ക് നിങ്ങൾക്ക് പിന്നീട് കൊടുക്കാവുന്ന പ്രോപ്പർട്ടീസാണ്. പക്ഷേ ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ്, ഏതൊക്കെ സ്റ്റൈൽസാണ് ബോർഡേഴ്സിൽ കൊടുക്കാനുള്ളതെന്ന് പഠിക്കാനായിട്ടാണ് ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആദ്യം കൊടുക്കാം. ഓക്കെ, BORDER എന്നാണ് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ബോർഡർ റേഡിയസ് അല്ല, ബോർഡർ റേഡിയസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടീസാണ്. ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് വിഡ്ത്ത് ആൻഡ് ഹൈറ്റിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ബോർഡർ റേഡിയസിനെ കൂടെ പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബോർഡേഴ്സിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കൊടുക്കേണ്ട പ്രോപ്പർട്ടി ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സ്റ്റൈൽസ്, കാൽക്കുലേറ്റർ ഒന്നും ബോർഡറിൻ്റെ സ്റ്റൈൽസ് അല്ല. ഡാഷ്, ഡോട്ട്, ഡബിൾ ഗ്രൂവ്, ഹിഡൻ, ഇൻഹെറിറ്റ്, ഇനീഷ്യൽ ഒന്നും ബോർഡറിൻ്റെ സ്റ്റൈൽസ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഇൻസെറ്റ്, ഔട്ട്സെറ്റ്, നണ്ണ്, ഹിഡൻ എന്ന് പറഞ്ഞ 4-5 സ്റ്റൈൽസും കൊണ്ട് ബോർഡേഴ്സിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബോർഡേഴ്സിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 4 സ്റ്റൈൽസ് ആണുള്ളത്: ഡോട്ടൺ, ഡാഷിഡ്, സോളിഡ്, ഡബിൾ. ഈ 4 സൈഡ്സും 4 സ്റ്റൈൽസും എന്ന് പറയുന്നത് 2D സ്റ്റൈൽസ് ആണ്. ഓക്കെ, അതായത് 2 ഡയമെൻഷണൽ സ്റ്റൈൽസ് ആണ്. ഇപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റൈൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോളിഡ് എന്ന് പറഞ്ഞ സ്റ്റൈൽ ഞാൻ കൊടുക്കുവാണ്. സോളിഡ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ ഡീഫാൾട്ട് ആയിട്ടുള്ളൊരു സൈസ് എടുത്തിട്ട് സോളിഡ് ആയിട്ടുള്ളൊരു ബോർഡർ സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ബോർഡറിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ അത് മാറ്റാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഓക്കെ, ബോർഡർ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡറിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു 8px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ വലുതാക്കാൻ പോവുകയാണ്. ഒരു 40px കൊടുക്കാൻ പോവാണ്. ഓക്കെ, px ആൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, 40px കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡർ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്തേക്കാണ് ബോർഡർ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബോക്സിൻ്റെ സൈസ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ബോർഡറിൻ്റെ പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബോക്സിൻ്റെ ഇനീഷ്യൽ സൈസ് എന്താണോ അത് തന്നെയാണ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാലുള്ള സൈസ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അകത്തേക്കാണ് ബോർഡർ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 40px വരുമ്പം 40px എക്സ്ട്രാ ബോർഡർ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബുക്കിലൊക്കെ ബോർഡർ ഇടുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ബോർഡർ എന്ന് പറയുന്നത്. ബോർഡറിൻ്റെ നമ്മൾ ബോർഡർ ഇട്ടത് കൊണ്ട് അതിൻ്റെ ബുക്കിൻ്റെ പേജിൻ്റെ സൈസ് വലുതാവാമെന്ന് പോകുന്നില്ല. അതേ രീതി തന്നെയാണ് ഇവിടെയും ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് വലുതാവത്തില്ല. ബോർഡർ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇവിടെ ഡ്രോ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബോർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഔട്ട്ലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. ബോർഡറിൻ്റെ പോലെ തന്നെ ഔട്ട്ലൈൻ സ്റ്റൈൽ നമ്മൾ എടുക്കാം. ബോർഡറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ബോർഡറിന് ഞാൻ നേരത്തെ 4 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് 2D സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3D സ്റ്റൈൽസ് ഉണ്ട്: ഗ്രൂവ്, റിഡ്ജ്, ഇൻസെറ്റ്, ഔട്ട്സെറ്റ്. ഇത് 4 3D ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് സോളിഡ് മാത്രം കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോളിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോളിഡിൻ്റെ ഇത് ഔട്ട്ലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോളിഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സോളിഡ് ഇപ്പോൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ഒരു ഡിഫറെൻറ്റ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഔട്ട്ലൈൻ കളർ എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്
ഓക്കെ, നമുക്ക് ബ്ലൂ വയലറ്റ് കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി ഔട്ട്ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെ ഒരു 40 px കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്ലൈന് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഔട്ട്ലൈൻ 40 px എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ പുറത്തേക്കാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പാഡിങ്ങോ മാർജിനോ ഒന്നും ഇവിടെ നമ്മൾ മാർജിൻ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പാഡിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പാഡിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിന് കുഴപ്പമൊന്നുമില്ല. ബോക്സ് സൈസ് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോകണം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓൾറെഡി പാഡിങ് മാർജിൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു മാർജിൻ ഒരു 40 px കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കാണാൻ സാധിക്കും. ഇതാണ് ഔട്ട്ലൈൻ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഞാനിവിടെ ഒരു 100 px ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വിഡ്ത്തിൽ അതിനെ കാണാൻ സാധിക്കും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ 100 px നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാർജിൻ ഔട്ട്ലൈൻ ഞാൻ കൊടുത്തപ്പോൾ ഔട്ട്ലൈന് 40 px വന്നിട്ടുണ്ട്. പക്ഷേ ഔട്ട്ലൈന് നമ്മളിവിടെ മാർജിൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യും. അതായത് ബോഡിയുടെ കണ്ടൻറ്റിനെ ഓവർലാപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഔട്ട്ലൈൻ റിമൂവ് ചെയ്യുകയാണ്, അല്ല മാർജിൻ റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഔട്ട്ലൈൻ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഇവിടെ എക്സ്ട്രാ സ്പേസിങ് എടുക്കത്തില്ല. നമ്മൾ സാധാരണ പാഡിങ് മാർജിൻ പഠിച്ചതുപോലെ പാഡിങ്ങിലാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് അകത്തേക്ക് കുറേ സ്പേസിങ് എടുക്കും. മാർജിൻ ആണെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ സ്പേസിങ് എടുക്കുന്നത്? പുറത്തേക്ക് കുറേ സ്പേസിങ് എടുക്കും. ഓക്കെ, പക്ഷേ ബോർഡറും ഔട്ട്ലൈനും ആ സ്പേസിങ് എടുക്കത്തില്ല. ജസ്റ്റ് അത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ സ്പേസിങ് വേണമെങ്കിൽ നമ്മൾ തന്നെ ഇതുപോലെ മാർജിൻ 40 px എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ മാർജിൻ വരത്തുള്ളൂ, അല്ലെങ്കിൽ മാർജിൻ വരത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് മാർജിൻ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിടാം. എത്ര മാർജിൻ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സ് വന്നിട്ടുള്ളതായിട്ട്. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ സ്പേസിങ് നമ്മളായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ബോർഡറിലും ഔട്ട്ലൈനിലും അതായത് ഇവിടെ കാണുന്ന ബോർഡറിലും ഔട്ട്ലൈനും കളേഴ്സ് എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഞാനിവിടെ സോളിഡ് എന്ന് മാറ്റിയിട്ട് ഡോട്ടഡ്, അതായത് ഔട്ട്ലൈൻ കളർ എന്ന് പറഞ്ഞത് ഡോട്ടഡ് ആക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി എവിടെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡോട്ടഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബോക്സ് ഇവിടെയാണ് സൈസ് ഇരിക്കുന്നത്. ബോക്സിൻ്റെ പുറത്താണ് എന്ത് വന്നിരിക്കുന്നത്? ഔട്ട്ലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഔട്ട്ലൈൻ പ്രോപ്പർട്ടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ബോക്സിൻ്റെ പുറത്താണ് ഔട്ട്ലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ മാർജിൻ പക്ഷേ ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മളിവിടെ സോളിഡ് മാറ്റി ഡോട്ടഡ് ആക്കുക. ഓക്കെ, ഡോട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡോട്ടഡ് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻ ബിറ്റ്വീൻ സ്പേസിങ് കാണാമായിരിക്കും. ആ സ്പേസിങ്ങിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കളർ എന്താണ്? ബ്രൗൺ കളറാണ് നമ്മൾ ഇതിൻ്റെ ഇൻസൈഡിൽ, അതായത് ഈ ബോക്സിൻ്റെ പേരൻറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കളർ ബ്രൗൺ ആണ്. അതിൻ്റെ അകത്ത് ഇൻ ബിറ്റ്വീൻ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്തേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം. ഔട്ട്ലൈൻ വിത്ത് ഈ 3 പ്രോപ്പർട്ടീസ്, ഔട്ട്ലൈൻ പ്രോപ്പർട്ടീസ് 3 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡർ എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്ലൈൻ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറത്താണ്. ഇതാണ് ബോർഡറും ഔട്ട്ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പാഡിങ്ങും മാർജിനും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബോർഡറും ഔട്ട്ലൈനും തമ്മിലുള്ള ഡിഫറൻസ്. പാഡിങ് മാർജിൻ്റെ ഡിഫറൻസ് ചോദിക്കുന്ന പോലെ തന്നെ ബോർഡറും ഔട്ട്ലൈനും തമ്മിലുള്ള ഡിഫറൻസും ഇൻ്റർവ്യൂസിൽ ചോദിക്കാറുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോർഡേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാഡിങ്, അതായത് നമുക്ക് 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോളിഡ് അതല്ലെങ്കിൽ 2D ബോർഡേഴ്സും പിന്നെ 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് 3D ബോർഡേഴ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ബോർഡറിൽ മാത്രം ഈ പ്രോപ്പർട്ടീസ് കാണിച്ചു തരാം. ഔട്ട്ലൈനിൽ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡോട്ടഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സോളിഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു സൈസാണ് ഡാഷ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റൈൽസ് എല്ലാം തന്നെ നമ്മൾ ഇതിനും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് കുറച്ചും വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാഷ് മാത്രമല്ല, ഇതിന് ഇൻ ബിറ്റ്വീൻ ഡാഷസ് ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഇതിൻ്റെ ഡാഷ് ഇട്ടിട്ട് വരുന്നതാണ് ഡാഷ്ഡ് ആയിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡബിൾ എന്ന് പറഞ്ഞ ബോർഡർ, നമുക്ക് 2 ബോർഡേഴ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കുക, ഡബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ഔട്ട്ലൈനും ബാധകമാണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഔട്ട്ലൈനും ബാധകമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്, ബോർഡർ വന്നിട്ടുണ്ട്. ഈ 2 ബോർഡേഴ്സും ഇതിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്, പുറത്തേക്ക് വരത്തില്ല. ഓക്കെ,
അപ്പം ബോർഡറും ഔട്ട്ലൈനും നമ്മളിപ്പോൾ ഡബിളാണ് കൊടുത്തിരിക്കുന്നത്, കൺഫ്യൂസ് ആക്കാനായിട്ട് ഇതുപോലെ ചോദ്യം. അതായത് ബോർഡർ സ്റ്റൈൽ ഡബിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ബോർഡർ പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കും. ഓക്കെ, ആക്ച്വലി പുറത്തേക്കല്ല വരുന്നത്, 2 ബോർഡറും ഈ ഒരു ഡിവിഷൻ്റെ അകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ 2 ഡിഫറെൻറ്റ് ബോർഡേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് പുറത്തേക്ക് ഒരു കാരണവശാലും വരത്തില്ല. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ പുറത്തേക്ക് വരത്തില്ല. ബോക്സിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വരത്തില്ല, ഇവിടെ വരുന്നത് ഔട്ട്ലൈൻ മാത്രമേ വരത്തുള്ളൂ. ഇംഗ്ലീഷ് ഡബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും പുറത്തേക്ക് വരത്തില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3D ബോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, 3D ബോർഡർ ആണെങ്കിലും ഇതുപോലെ തന്നെ ഔട്ട്ലൈനും ഈ 3D ഔട്ട്ലൈൻ സ്റ്റൈൽസ്, ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്ന എല്ലാ സ്റ്റൈൽസും ഔട്ട്ലൈനും ബാധകമാണ്. ആദ്യം പഠിക്കാൻ പോകുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രൂവ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് വലിയ ഒരു ചെറിയ 3Dയുടെ ഒരു ഇഫക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെറിയതായിട്ട് ഒരു ഇഫക്റ്റ് കാണാൻ സാധിക്കും, 3D പോലത്തെ ഒരു ഇഫക്റ്റ്. അതുപോലെ തന്നെ അടുത്ത ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിഡ്ജാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും, ഈ ഗ്രൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ഒരു ഷെയ്ഡിങ്ങിൻ്റെ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ റിഡ്ജ് വരത്തുള്ളൂ. ഇത് സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ല, 3D പ്രോപ്പർട്ടീസ്. നമുക്ക് 2D പ്രോപ്പർട്ടീസ് സോളിഡ് ആയിട്ടുള്ള ബോഡീസ് മാത്രമേ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ അധികം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് റിഡ്ജ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നേരത്തെ ഈ സൈഡ് മുകളിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ സൈഡ് താഴെ ഉണ്ടായിരുന്നു, അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇൻസെറ്റ് ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. ഓക്കെ, ഇൻസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സൈഡ് ഇത് ഇവിടെ കുറച്ച് ബ്രൈറ്റ് സൈഡ്, ഇവിടെ കുറച്ച് ഡാർക്ക് സൈഡ്. ഔട്ട്സെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ് സൈഡ് ഇങ്ങോട്ട് വരും, ഈ ഡാർക്ക് സൈഡ് ഇങ്ങോട്ടും വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് ഡീഫാൾട്ടായിട്ട് ബോർഡർ ചില കണ്ടന്റിന് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ബോർഡേഴ്സ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസാണ് ബോർഡർ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു HTML എലമെൻറ്റിന് ഡീഫാൾട്ടായിട്ടൊരു ബോർഡർ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഐ-ഫ്രെയിംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് ഡീഫാൾട്ടായിട്ടൊരു ബോർഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഐ-ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ബോഡി ടാഗിൻ്റെ തൊട്ട് ഐ-ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഐ-ഫ്രെയിം മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡീഫാൾട്ടായിട്ടൊരു ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ബോർഡർ റിമൂവ് ചെയ്യണമെങ്കിൽ ഐ-ഫ്രെയിമിന് ഞാൻ കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ബോർഡർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നൺ എന്ന് കൊടുത്താൽ മതി. നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡർ റിമൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഐ-ഫ്രെയിം തന്നെ ആക്ച്വലി ഐ-ഫ്രെയിം അവിടെ ഉണ്ട്, അത് മൊത്തം പോയതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ബോർഡർ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഐ-ഫ്രെയിം പോയിട്ടില്ല, ആക്ച്വലി ഇവിടെ ഐ-ഫ്രെയിം ഉണ്ട്. പക്ഷേ അതിൻ്റെ ബോർഡർ ഡീഫാൾട്ടായിട്ടുള്ള ബോർഡേഴ്സ് അത് ജസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ബോർഡേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ് ഡീഫാൾട്ടായിട്ട് എന്തെങ്കിലും ഒരു HTML എലമെൻറ്റ് ബോർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ബോർഡർ നൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡർ റിമൂവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോർഡർ പ്രോപ്പർട്ടിയാണ് ബോർഡർ ഹിഡൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ബോർഡർ ഹിഡൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ബോർഡർ ഉണ്ട്, പക്ഷേ ജസ്റ്റ് ഹൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബോർഡർ നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ അങ്ങനെ റിമൂവ് ചെയ്യും, നോ ബോർഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. ബോർഡർ ഹിഡൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഹൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അവിടെ ബോർഡർ ഉണ്ട്, ആ ബോർഡറിനെ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ബോർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബോർഡർ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ബോർഡർ, അതായത് ഇവിടെ ബോർഡർ സ്റ്റൈലൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബോർഡറിൻ്റെ അകത്ത് ഇതിൻ്റെ സ്റ്റൈൽസ് റിമൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് ബോർഡർ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതായത് ഓക്കെ, ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രം കൊടുക്കുക. ഇതിന് നമ്മൾ ബോർഡർ ആദ്യം ഒരു വിട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു 40 px കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ ഏത് സ്റ്റൈലാണ് അത് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. അപ്പം ഞാൻ സോളിഡ് എന്ന് പറഞ്ഞ സ്റ്റൈലാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കളേഴ്സും കൊടുക്കാം. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലൂ കളർ, ലൈക്ക് ബ്ലൂ വയലറ്റ് കളർ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആക്ച്വലി ബോർഡർ ഇവിടെ ബ്ലൂ വയലറ്റ്, അതായത് ഷോർട്ട് ഹാൻഡ് ടൈംസ് ആണ് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ബ്ലൂ വയലറ്റ് നമ്മൾ കളർ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് സോളിഡ് എന്ന് പറഞ്ഞ കളർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. അത് ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തെങ്കിൽ തന്നെ അതിന് നമ്മൾ ഡീഫാൾട്ടായിട്ട് 40 px, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സോളിഡ് കളർ എന്ന് കൊടുക്കാതെ തന്നെ നമുക്ക് ഡീഫാൾട്ടായിട്ട് വരുന്ന കളറാണ് ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ബോർഡറിൻ്റെ 4 സൈഡിൽ 4 ഡിഫറെൻറ്റ് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് ബോർഡർ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെഡ്, ഗ്രീന്, ഓക്കെ റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബ്ലൂ, വയലറ്റ് കൊടുക്കാം. ഓക്കെ, സോ 4 ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോർഡറിൻ്റെ 4 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കളർ കൊടുക്കാം. ഗ്രീനും എല്ലാം കൂടെ കമ്പൈൻ ആയിട്ട് വരും. അതിങ്ങനെ 4 സൈഡിൽ നമുക്കുള്ളത് കൊടുക്കാം. അപ്പം ഇത് ഏത് രീതിയിലാണ് വരുന്നത്? ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. ഓക്കെ, നമ്മുടെ എല്ലാ CSS ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പ്രോപ്പർട്ടി എല്ലാം കൊടുക്കുമ്പോൾ എല്ലാം ഇതേ ഓർഡർ തന്നെയാണ്. ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. ഈ ഒരു രീതിയിൽ ഈ ഒരു റൊട്ടേഷൻ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ഈ ഒരു റൊട്ടേഷനിലാണ് ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിലാണ് ഈ ഒരു പ്രോപ്പർട്ടീസും വരുന്നത്. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ബോർഡേഴ്സൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ വളരെ തിന്നായിട്ടൊരു ബ്ലാക്ക് ബോർഡർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ചില സാഹചര്യങ്ങൾ തീമിംഗ് ഒക്കെ കൊടുക്കുമ്പം RGB കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പഠിക്കുന്നത്. നമുക്ക് ഗ്രേഡിയൻസ് യൂസ് ചെയ്യാം. ഗ്രേഡിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ലെക്ചറിൽ നമ്മൾ ബോർഡറിൻ്റെ സ്റ്റൈൽ, അതായത് നമുക്ക് ബോർഡർ വേണമെങ്കിൽ ഒരു ഇമേജസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഇമേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.